ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്ലോവാക്യയിൽ ഇന്ന് ഇന്ത്യ സ്ലോവാക്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. ത്രിതല പഞ്ചായത്തുകളിലെ കെ സ്മാർട്ട് പദ്ധതി വിന്യാസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. സംസ്ഥാനത്ത് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾക്ക് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് ബംഗളൂരു ഡൽഹി പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സ്ലോവാക്യൻ സന്ദർശനം തുടരുന്നു. ഇന്ന് നൈട്ര സർവകലാശാലയിൽ നടക്കുന്ന ഇന്ത്യ സ്ലോവാക്യ ബിസിനസ് ഫോറത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഒപ്പം ജാഗ്വർ ലാൻഡ് റോവർ ഫാക്ടറിയും രാഷ്ട്രപതി സന്ദർശിക്കും. പോർച്ചുഗൽ സന്ദർശനത്തിന് ശേഷം ഇന്നലെയാണ് രാഷ്ട്രപതി സ്ലോവാക്യയിലെത്തിയത്. ദ്വിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനാകുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിന്യസിക്കുന്ന സംവിധാനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിലേക്ക് എത്താതെ തന്നെ അവശ്യ സേവനങ്ങൾ വീട്ടിലിരുന്ന് ലഭ്യമാകുമെന്നത് വലിയ മാറ്റമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14 ജില്ലാ പഞ്ചായത്ത് ഇത് വ്യാപിപ്പിക്കുക. അതായത് കേരളമാകെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സേവനങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് ഓഫീസിലേക്ക് നേരിട്ട് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കാകെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമായി ഇത് മാറുകയാണ്. 33 ലക്ഷത്തിലധികം ഫയലുകൾ കെ സ്മാർട്ട് മുഖേന ഈ ഒരു വർഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ 25 ലക്ഷത്തോളം ഫയലുകളിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കെ സ്മാർട്ട് വഴി ഇനി അതിവേഗം ലഭ്യമാകും. വിവിധ വകുപ്പുകളിലെ വിവരങ്ങളുടെ സംയോജനവും ഇതുവഴി യാഥാർത്ഥ്യമാകും. സൈബർ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ രാജ്യത്ത് ഏറ്റവും മികച്ച പ്രകടനമാണ് കേരള പോലീസ് കാഴ്ചവെക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റകൃത്യം ചെയ്ത് നാട് വിടുന്നവരെ അതിവിദഗ്ധമായി പിടികൂടാൻ കേരള പോലീസിനാകുന്നത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ കോൺസ്റ്റബിൾമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം 17-ന് സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ഇതിനു മുന്നോടിയായി 16-ന് മതമേലധ്യക്ഷന്മാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മാർച്ച് 31 വരെ 12,760 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ ഫെയറുകൾക്ക് ഇന്ന് തുടക്കം. മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് വൈകിട്ട് 5:30-ന് ഫെയറുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ഈ മാസം 19 വരെ എല്ലാ താലൂക്കുകളിലെയും പ്രധാന വിൽപ്പനശാല കേന്ദ്രീകരിച്ചാണ് ഫെയർ ക്രമീകരിച്ചിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ ചന്തകൾ നാളെ മുതൽ ഈ മാസം 21 വരെ തുറന്നു പ്രവർത്തിക്കും. കേരളത്തിൽ പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 304 തസ്തികകൾ സൃഷ്ടിക്കും. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഏപ്രിൽ 21-ന് കാസർഗോഡ് തുടക്കമാകും. എല്ലാ ജില്ലകളിലും നടക്കുന്ന ജില്ലാതല യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. പ്രദർശന വിപണന മേളകൾ ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെ നടത്തുന്ന വാർഷികാഘോഷങ്ങൾ മെയ് 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 60-ാം ദിവസത്തിൽ. ഇതോടനുബന്ധിച്ചുള്ള നിരാഹാര സമരം 22-ാം ദിവസത്തിലേക്കും കടന്നു. കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ ഈ മാസം 12-ന് പൌരസംഗമം സംഘടിപ്പിക്കുമെന്നും സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ആശാ സമര നേതാക്കൾ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2008-ലെ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കും. ഇത് കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു.
തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ. തിരുവനന്തപുരം 7ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 2022 ഫെബ്രുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കന്യാകുമാരി തോവാള സ്വദേശിയായ രാജേന്ദ്രൻ മാല കവരുന്നതിനിടെ വിനീതയെ കൊലപ്പെടുത്തുകയായിരുന്നു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരം കണ്ണൂർ ജില്ലയ്ക്ക്. ഹരിത, ശുചിത്വ, മാലിന്യ സംസ്കരണ മേഖലകളിൽ കണ്ണൂർ ജില്ല നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ സോമശേഖരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കണ്ണൂർ ജില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി ചിട്ടപ്പെടുത്താൻ ജില്ലക്ക് കഴിഞ്ഞു. വൃത്തിയുള്ള ജില്ല എന്ന അവസ്ഥ നിലനിർത്താൻ തുടർന്നും ശക്തമായ നടപടികളാണ് ജില്ലയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന് നടക്കും. സുന്ദരവിലാസം കൊട്ടാരത്തിന് മുന്നിൽ തയ്യാറാക്കുന്ന വേട്ടക്കളത്തിലാണ് പള്ളിവേട്ട. നാളെ വൈകുന്നേരം 5 മണിയോടെ ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ നാളെ അടച്ചിടും. വൈകിട്ട് 4:45 മുതൽ രാത്രി 9 മണിവരെയാണ് അടച്ചിടുക. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പൈങ്കുനി ഉത്രമുത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ഇന്ന് പള്ളിവേട്ട നടക്കും. ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ പൂർത്തിയാക്കിയാണ് പള്ളിവേട്ടയ്ക്ക് പുറപ്പെടുക. പമ്പയിൽ നാളെ ആറാട്ടും നടക്കും. സ്വർണ്ണവിലയിൽ വൻ വർധന. ഗ്രാമിന് 270 രൂപ വർദ്ധിച്ച് 8,560 രൂപയും പവന് 68,480 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് പേരാമ്പ്ര സ്റ്റേറ്റ് സീഡ് ഫാമിലെ കണിവെള്ളരി വിളവെടുപ്പ് നാടിന്റെ ഉത്സവമായി. പ്രത്യേകമായി കാണുന്ന ഉരുണ്ട ആകൃതിയിലുള്ള കണിവെള്ളരിയാണ് 1/2 ഏക്കർ സ്ഥലത്ത് നിന്ന് വിളവെടുത്തത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട്. രാസവളങ്ങൾ ചേർക്കാതെ ജൈവ രീതിയിലാണ് വെള്ളരി കൃഷി ചെയ്തത്. ഉദ്യോഗസ്ഥരും കർഷകരും ഒറ്റക്കെട്ടായി നിന്നാണ് ഫാമിലെ കൃഷിയും വിളവെടുപ്പെല്ലാം നടത്തിയത്. കഴിഞ്ഞ വർഷം 3000 കിലോയോളം വെള്ളരിയാണ് വിളവെടുത്തത്. ഇക്കുറി മുൻവർഷത്തേക്കാൾ വിളവാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യക്കാർക്ക് പേരാമ്പ്ര ഫാമിൽ നിന്ന് കണിവെള്ളരികൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ 2ാം പതിപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വരെ വർക്കലയിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 60-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഭുവനേശ്വറിൽ ആരംഭിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ISL ടീമുകൾക്കൊപ്പം ലീഗിലെ ഗോകുലം കേരള FCയും പങ്കെടുക്കും. ഈ മാസം 20-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് ഉച്ചവരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി നാളെ സംസ്ഥാനത്ത് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. ചുഴലിക്കാറ്റിന്റെയും അനുബന്ധ ദുരന്തങ്ങളുടെയും തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായാണ് 12 ജില്ലകളിലെ തെരഞ്ഞെടുത്ത 24 സ്ഥലങ്ങളിൽ ഒരേ സമയം മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന്റെ 9ാം ഓർമ്മദിനം. 2016 ഏപ്രിൽ 10-ന് നടന്ന കേരളത്തെ നടുക്കിയ ദുരന്തത്തിൽ 110 പേർ മരിക്കുകയും 650-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി പേർക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തു. കേസിൽ 2020 ഒക്ടോബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൊല്ലം കോടതിയാണ് നിലവിൽ കേസ് പരിഗണിക്കുന്നത്. ഈ മാസം അവസാനം കേസ് വീണ്ടും വിളിക്കും. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് കട്ടപ്പന കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി, സീനിയർ ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ ഡിസംബർ 20-നാണ് സാബു ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്ലൊവാക്യയിൽ. ഇന്ന് ഇന്ത്യ സ്ലൊവാക്യ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഇനി വിരൽത്തുമ്പിൽ. ത്രിതല പഞ്ചായത്തുകളിലെ സ്മാർട്ട് പദ്ധതി വിന്യാസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. സംസ്ഥാനത്ത് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾക്ക് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് ബംഗളൂരു ഡൽഹി പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.